തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് കിട്ടിയതിൻ്റെ വിഷമം അവർക്ക് പലർക്കും തീർന്നിട്ടില്ല. പെറ്റ് വലുതായി വരുന്ന പട്ടിക്കുഞ്ഞുങ്ങളൊന്നും ഇല്ല അധികം. അപ്പോൾ ഇവർ തന്നെ പൈപ്പ് അടച്ചു വെച്ച് വെള്ളക്ഷമ ഉണ്ടാക്കുക. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ കേരളത്തിലെ തിരുവനന്തപുരം നഗരസഭയെ വളരെ നല്ല രീതിയിലെത്തേക്ക് മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ നന്നായിട്ട് നോക്കിക്കാണുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഇതുവരെ ഇല്ലാത്ത മലിനീകരണം, ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ജലക്ഷാമം, അങ്ങനെ എല്ലാ കാര്യത്തിനകത്തും മീഡിയയുടെ കണ്ണ് മുഴുവൻ തിരുവനന്തപുരത്തേക്കാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്? അതിൻ്റെ കാരണം ഇതാണ്. ഒന്ന്, ആ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് കിട്ടിയതിൻ്റെ വിഷമം അവർക്ക് പലർക്കും തീർന്നിട്ടില്ല. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നായശല്യം കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല എന്നാണ് ശിവൻകുട്ടി മിനിസ്റ്ററൊക്കെ പറയുന്നത്. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ 4 മാസമായിട്ടുള്ളൂ ഈ BJPയുടെ കയ്യിൽ വന്നിട്ട്. അതിനിടയ്ക്ക് പെറ്റ് വലുതായി വരുന്ന പട്ടിക്കുഞ്ഞുങ്ങളൊന്നും ഇല്ല അധികം. കാരണം ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയായിരുന്നു. അപ്പോൾ അതിന് മുന്നുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊന്നും. രണ്ടാമത്തെ കാര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെള്ളം. ഇപ്പോൾ ഇവർ തന്നെ പൈപ്പ് അടച്ചു വെച്ച് വെള്ളക്ഷമ ഉണ്ടാക്കുക, പൈപ്പ് പൊട്ടിച്ച വെള്ളക്ഷമ ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മൾ ആറ്റുകാൽ പൊങ്കാല കൊണ്ട ആ സമയത്ത് ജലക്ഷമ ഉണ്ടാക്കി. അതായത് ഗവൺമെൻറ് കയ്യിലിരിക്കുന്നു, ആ ഗവൺമെൻറ്റിനെ ഉപയോഗിച്ച് ഇപ്പോൾ വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടെങ്കിൽ കോർപ്പറേഷനാണ് ഉത്തരവാദി എന്നുള്ളൊരു ബോധ്യം, തെറ്റായ ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കി വിടുക. അപ്പോൾ ഇത്രയും നാൾ ആരാണ് വെള്ളം കൊടുക്കേണ്ടത്? ആ വെള്ളം കൊടുക്കേണ്ടത് ജല അതോറിറ്റിയാണ്. ആ ജല അതോറിറ്റിയിലാണ് വാസ്തവത്തിൽ ഈ BJPയുടെ കോർപ്പറേഷൻ്റെ ആൾക്കാർക്ക് ഒരു ചെറിയ തെറ്റ് പറ്റുന്നുണ്ട്. അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ജല അതോറിറ്റിക്കെതിരെ ഒരു കേസ് ഹൈക്കോടതിയിൽ കൊടുക്കണം. അതായത് അവർ രാഷ്ട്രീയം കളിച്ച് ജലക്ഷാമം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് അതിനെതിരെ ഒരു നടപടിക്ക് ഹൈക്കോടതിയിൽ നിന്ന് നടപടി എടുക്കാനായിട്ട് അവരൊരു റിട്ട് ഹൈക്കോടതിയിൽ കൊടുക്കേണ്ടത് ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെയാണ്. അതുപോലെ ഈ മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 45 വർഷം തിരുവനന്തപുരം ഭരിച്ച ഒരു പാർട്ടിയാണ് പറയുന്നത്, അതായത് ഇപ്പോഴാണ് മലിനീകരണത്തിന് യാതൊരു സംവിധാനവും ഇല്ലയെന്ന്. ഇവർ വന്ന് 1-2 വർഷമെങ്കിലും ഭരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് വേയിൽ, അതായത് ഇപ്പോൾ വിളപ്പിശാല ഉണ്ടാക്കിയ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ല വേണ്ടത്. അത് ഓരോ വാർഡിലും അവിടെയുള്ള മാലിന്യങ്ങൾ സംഭരിച്ച് അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യുക. ഇപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങൾ പലയിടത്തും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഇന്നലെ ഒരെണ്ണത്തിൽ കണ്ടായിരുന്നു, പ്ലാസ്റ്റിക് യന്ത്രങ്ങൾ തന്നെ പ്ലാസ്റ്റിക് വേർതിരിക്കുകയും ബയോ വേസ്റ്റ് വേറെ വിധത്തിൽ ഇതാക്കിയിട്ട് വളമാക്കി കൊടുക്കുകയും പ്ലാസ്റ്റിക് ഉരുക്കി റോഡ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഞാൻ ഇന്നലെ കണ്ടായിരുന്നു.